ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീ നാരായണ ഗുരു അല്ലെ, നമ്മുടെയൊക്കെ ഗുരുദേവൻ എന്ന് പറയുന്ന ഗുരുവാണ് ശ്രീ നാരായണ ഗുരു. അദ്ദേഹത്തിന് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവായിട്ടൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, അദ്ദേഹത്തിന്റെ മുന്നേ നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം പറയാനുള്ളത്, ശ്രീ നാരായണ ഗുരുവിന്റെ ആക്ടിവിറ്റീസ്, അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന കർമ്മ മേഖലകള് അത്രമേൽ ഇമ്പാക്ട് കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുകൊണ്ട് ഈഴവരുടെ മാത്രമല്ല സർവ മനുഷ്യരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാണുവാശൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വേദങ്ങളും അല്ലെങ്കിൽ ഈ പുരാണങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ആശാൻ എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും വന്നത് തന്നെ ഉണ്ട്. അപ്പോൾ ഏതൊരറിവും ചെറുതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടിട്ടുള്ള ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, അത് ആക്ച്വലി 1888 സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നുള്ളത്. ആ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അതായത് സർവ്വമതക്കാർക്കും ഒരു സാഹോദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരാം എന്നുള്ള രൂപത്തിലോട്ട്. പിന്നീട് അവിടെ ബാബൂട്ട് യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ട് എന്നുള്ള അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യുന്നു. അതായത് തന്റെ മതം മാത്രമാണ് ശരി എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് സർവ്വമതത്തിലും നന്മയുണ്ട്. നിങ്ങൾക്കൊരു മതം നല്ലത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മതം ഏതായിക്കൊള്ളട്ടെ നിങ്ങൾ അത് സ്വീകരിച്ചോ എന്നുള്ളത് ഗുരുവിന്റെ പ്രശസ്തമാക്കപ്പെട്ട ഒരു വാചകം തന്നെയാണ്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന മറ്റൊരു വാചകം കൂടിയുണ്ട് അല്ലെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളത്. അത് മനുഷ്യത്വത്തിന്റെ മതത്തെ കുറിച്ചാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരാളുടെ ജന്മം ഇന്ന ജാതിയിലായതുകൊണ്ട് അദ്ദേഹം ഇന്ന കർമ്മം ചെയ്യണമെന്ന് പറയുന്ന ജാതീയ വ്യവസ്ഥയെ അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ എതിർക്കുകയും അതേസമയത്ത് മറ്റു നല്ല വഴികൾ കാണിച്ചു കൊടുക്കാനും ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീ നാരായണ ഗുരു. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഗുരുവെ, അങ്ങയെക്കുറിച്ച് ഒരുപാട് പേര് കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടത്? അതിന് മറുപടിയായിട്ട് ശ്രീ നാരായണ ഗുരു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ മുന്നിലൂടെ ഒരു പോളിയോ ബാധിച്ച മനുഷ്യൻ നടന്നു പോവുകയാണ് അല്ലെങ്കിൽ പോവുകയാണ്, നീ എന്ത് ചെയ്യും? അവനെ ആട്ടി ഓടിക്കുക അതോ അവനെ സഹായിക്കാൻ ശ്രമിക്കുക? ശിഷ്യൻ പറഞ്ഞു, ഞാൻ അവനെ സഹായിക്കാൻ ശ്രമിക്കും. ഗുരുവും പറഞ്ഞു, ഞാനും അത് തന്നെയാ ചെയ്യുക. മനസ്സിന് പോളിയം ബാധിച്ചിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ നല്ല കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞ് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് ആട്ടി ഓടിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് കീപ് ഡൂയിങ് യുവർ വർക്ക്, നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഗുരുവിന്റെ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് അവിടെ കാണാനും സാധിക്കും. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്, ഒരു നവോത്ഥാന നായകനാണ്, കേരളത്തിന്റെ ഉടനീളം ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു. നിങ്ങൾക്ക് ഗുരുവിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളോ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം.